മോളെ, ഓരോ തവണ മോള് മമ്മിയുടെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോഴും മോളുടെ മനസ്സ് നേരെയായിട്ടുണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ടാവും എന്നൊക്കെ അമ്മ കരുതാറ്. പക്ഷേ സംഭവിക്കുന്ന നേരെ മറിച്ചും. എന്താ മോളുടെ മനസ്സിന് സംഭവിക്കുന്നത്? അമ്മയോട് തുറന്നു പറ. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് മോള് വളരെ നല്ല രീതിയിലാണ് നവീനോട് പെരുമാറിയതെന്ന് അവൻ പറഞ്ഞു. ഇവിടെ എത്തുമ്പോ എന്താ നിനക്ക് സംഭവിക്കുന്നത്? എല്ലാത്തിനും കാരണം അവളാ, ആ നാശം പിടിച്ചവള്. ആരെക്കുറിച്ചാ മോള് പറയുന്നേ? നവീന് മറ്റേതെങ്കിലും പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടെന്ന് മോൾക്ക് സംശയമുണ്ടോ? പറ മോളെ. എനിക്ക് നല്ല തലവേദന എടുത്തിട്ട് വയ്യ, എന്നൊന്ന് വെറുതെ ബുദ്ധിമുട്ടിക്കാതിരുന്നേ. മോളെ, അമ്മ കേട്ടിരുന്നോ? ഗാഥമോൾക്ക് നവീനെ സംശയമാണെന്ന് തോന്നുന്നു. നവീന്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്ന് അവള് സംശയിക്കുന്നു. അതൊക്കെ ഓരോ തോന്നലുകളല്ലേ സുമിത്രേ. ഗാഥമോള് വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വല്ല അടിസ്ഥാനവും ഉണ്ടോ? നീ അത് കേട്ട് വിഷമിക്കാനൊന്നും നിക്കണ്ട. നന്ദ, ഗാഥയുടെ സംശയം കേട്ടില്ലേ? അതാരാണെന്ന് നിനക്കും മനസ്സിലായില്ലേ? നവീന്റെ മനസ്സിലുണ്ടെന്ന് അവള് സംശയിക്കുന്ന പെൺകുട്ടി കൃഷ്ണ തന്നെയാ. കൃഷ്ണ നവീന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അവൻ മനസ്സ് തുറന്ന് സ്നേഹിച്ചത് കൃഷ്ണയെ തന്നെയാ. എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നങ്ങ് പറഞ്ഞാലോ? അതിനൊരു അവസരം തേടിയാണല്ലോ അമ്മേ നമ്മളീ നടക്കുന്നത്. പക്ഷെ ഇപ്പോ നവീന്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലാ. എത്ര നാളാ നവീൻ ഇങ്ങനെ സഹിച്ച് ജീവിക്കാൻ പറ്റുന്നേ? എല്ലാം അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. നീ തന്നെ മുൻകൈയെടുത്ത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ശരിയാണമ്മേ. വൈകുന്തോറും കൂടുതൽ കൂടുതൽ ആപത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാർഗം ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുമായിരിക്കും. എന്നാലും സിത്താര മാഡം നിന്നെ അംഗീകരിച്ചില്ലല്ലോ മോളെ. എന്തൊക്കെ പ്രതീക്ഷകളോടെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു പോയത്. പക്ഷേ എനിക്കൊരു വിഷമം തോന്നിയില്ല. പ്രസവിച്ചതുകൊണ്ട് മാത്രം ആരും അമ്മയാവില്ല. അമ്മയുടെ മഹത്വം എന്താണെന്ന് ഞാൻ അറിഞ്ഞതേ ഈ അമ്മയിലൂടെയാ. ഈ അമ്മയ്ക്ക് പകരം വെക്കാൻ ലോകത്ത് മറ്റൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ വേറൊരമ്മ? കൂട്ടി പുറപ്പെടുന്ന സമയത്ത് ഞാൻ ചോദിച്ചതല്ലേ